ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഏറ്റവും രുചികരമായിട്ട് ഫ്രഞ്ച് ടോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പരന്ന ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പരന്ന പാത്രം എടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ബ്രെഡ് മുക്കിയെടുക്കാൻ എളുപ്പമാണ്. ഇതിലേക്ക് ഒരു 10 ടേബിൾ സ്പൂൺ പാലൊഴിക്കുക. പാട മാറ്റാത്ത പാലാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാലും എടുക്കാം. കാച്ചിയതായാലും കാച്ചാത്തതായാലും പ്രശ്നമില്ല. അതായത് ഞാൻ പറഞ്ഞത് ഫുൾ ഫാറ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് കറുവപ്പട്ട പൊടിച്ചതാണ്, അതായത് സിന്നമൺ പൗഡർ. ഇതൊരു 1/4 ടീസ്പൂൺ പ്ലസ് 1 പിഞ്ച് വേണം. ഇതാവുമ്പോൾ മുട്ടയുടെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ പോയി കിട്ടും ഇത് ചേർക്കുമ്പോൾ. പിന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരിക്കും. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും കൂടിയും ചേർക്കുക. പിന്നെ കുറച്ച് വാനില എസൻസ് ചേർക്കുക. 1 അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. വാനില എസൻസ് ഇഷ്ടമില്ലാത്തവർക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. അതല്ലെങ്കിൽ ഒന്നും ചേർക്കാതെയും ഇത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ്, ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. പിന്നെ അടുത്ത് ചേർക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. പഞ്ചസാര ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർക്കുകയാണ് എപ്പോഴും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം അധികം വേണ്ട എന്നുള്ളവർ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഒരു 2 ചെറിയ നുള്ള്. അതും കൂടി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു 3 മുട്ടയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നന്നായിട്ടത് ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ അടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ബാറ്റർ വെച്ചിട്ട് ഒരു 8-9 ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് ബ്രെഡോ അല്ലെങ്കിൽ ഹോൾ വീറ്റ് ബ്രെഡോ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ദോശക്കല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ നെയ്യാണ് ഒഴിക്കുന്നത്. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ എനിക്കെപ്പോഴും നന്നായി തോന്നിയിരിക്കുന്നത് നെയ്യ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതേപോലെ ഇതിൽ മുക്കിയിട്ട് 2 സൈഡും നന്നായിട്ട് മുക്കുക. എന്നിട്ട് ഇതിൻ്റെ മീതെ ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് മറിച്ചിടുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ മീതെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടിത് മറിച്ചിടുക. ഒരേ സമയം ദോശക്കല്ലിൻ്റെ അല്ലെങ്കിൽ ഫ്രൈങ് പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് 2-4 വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. തിരിച്ചും മറിച്ചും മറിച്ചിടുക. ആവശ്യത്തിന് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നെയ്യൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്താൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെയൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരണം. അപ്പോൾ ഇതാ അടിപൊളി നല്ല രുചികരമായിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് റെഡിയായി. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു.